Dear students, we have been discussing about Raman spectroscopy. So Raman spectroscopy le pala കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് Raman spectroscopy? എന്തുകൊണ്ട് Raman spectroscopy നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു? Raman lines അറൈസ് ചെയ്യാനുള്ള കാരണങ്ങൾ, ക്ലാസിക്കൽ തിയറി, അതുപോലെ തന്നെ ക്വാണ്ടം തിയറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ Raman spectroscopy പറയുമ്പോൾ അവിടെ പറയുന്നത് മെയിനായിട്ട് സ്കാറ്ററിംഗ് നടക്കും. നമ്മുടെ മോളിക്യൂളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ലൈറ്റിന് സ്കാറ്ററിംഗ് നടക്കും. സ്കാറ്ററിംഗ് നടക്കുമ്പോൾ നമ്മൾ മെജോറിറ്റി റേഡിയേഷൻസിനും ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ തന്നെ ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷേ കുറച്ച് റേഡിയേഷൻസ് വിൽ ബി ഹാവിങ് ദ ഫ്രീക്വൻസി ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതിനെ നമ്മൾ റാമൻ ലൈൻസ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യും റാമൻ സ്പെക്ട്ര. വൈബ്രേഷൻ റാമൻ സ്പെക്ട്ര ഉണ്ട്, റൊട്ടേഷണൽ റാമൻ സ്പെക്ട്ര ഉണ്ട്, ആൻഡ് യു ഹാവ് റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഫോർ vibration Raman spectra, and all those things നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ്. ഇന്നിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ ഒരു മോളിക്യൂൾ റാമൻ ആക്റ്റീവ് ആകണമെങ്കിൽ ബേസിക് കണ്ടീഷൻ ഇറ്റ് ഷുഡ് ഡ്യൂറിങ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്സ് എന്ന് വെച്ചാൽ റൊട്ടേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ നടക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി അസോസിയേറ്റഡ് വിത്ത് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. പോളറൈസബിലിറ്റി, ആ മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റിയിൽ ഒരു ചേഞ്ച് വരണം. പോളറൈസബിലിറ്റി എന്താണെന്നറിയാം. അപ്പോൾ പോളറൈസബിലിറ്റി ചേഞ്ച് വരുന്ന രീതിയിലുള്ള മോളിക്യുലർ വൈബ്രേഷൻസോ അല്ലെങ്കിൽ റൊട്ടേഷനോ മാത്രമേ നമുക്ക് റാമൻ ആക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ ദേ വിൽ നോട്ട് ബി റാമൻ ആക്റ്റീവ്. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ very brief discussion regarding this change in polarizability. ഇത് ഡെപ്തിൽ പോകുന്നില്ല, വളരെ ബ്രീഫായിട്ട് ഒന്ന് രണ്ട് ചെറിയ മോളിക്യൂൾസ് എടുത്തിട്ട് മാത്രം നമ്മൾ അതിൻ്റെ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. സോ ആസ് വി ഹാവ് മെൻഷൻഡ് ഏർലിയർ, പോളറൈസബിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ ഈസിലി ആൻ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ഡിസ്റ്റോർട്ടഡ് ബൈ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു മോളിക്യൂൾ നിങ്ങൾ എടുത്തു, ആ മോളിക്യൂളിനെ നിങ്ങൾ കൊണ്ടിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആ ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആകുന്നു, എത്ര എളുപ്പത്തിൽ അതാകുന്നു, എത്ര എളുപ്പത്തിലാകുന്നു അതിനെ നമ്മൾ പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നു. സോ ഇതിൻ്റെ ഒരു മെഷറിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ്സിൻ്റെ ബേസിലാണ് നമുക്ക് റാമൻ സ്പെക്ട്ര കാണാൻ പറ്റുന്നത്. പോളറൈസബിലിറ്റി ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് സംഭവിക്കുന്നു. ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന റേഡിയേഷനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് അതിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡയറക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും ഒരു റേഡിയേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ. സോ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിൽ അങ്ങനെ വേരിയേഷൻ നടക്കുന്നുണ്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ ഇലക്ട്രോൺ ക്ലൗഡിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. എത്ര എളുപ്പത്തിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു അത്ര എളുപ്പത്തിൽ നമ്മൾ പോളറൈസബിൾ ആണ് ആ മോളിക്യൂൾ എന്ന് പറയുന്നു. പോളറൈസബിലിറ്റിയെ നമ്മൾ കുറച്ചും കൂടെ പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ കൺസെപ്റ്റ് നമ്മൾ റാമൻ സ്പെക്ട്രൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിഗേഴ്സ് ആണ് പോളറൈസബിലിറ്റി എലിപ്സോയിഡ്. എങ്ങനെ പോളറൈസേഷൻ നടക്കുന്നു, ഏത് ഡിറക്ഷനാണ് വേരി ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്തോരം വേരി ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോളറൈസബിലിറ്റി എലിപ്സോയിഡ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പോളറൈസബിലിറ്റീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോളറൈസബിലിറ്റി എലിപ്സോയിഡ്. സോ ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു മാത്തമാറ്റിക്കൽ ജിയോമെട്രിക്കൽ ഫിഗർ നിങ്ങൾക്ക് വേണേൽ പറയാൻ പറ്റും. ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ആക്സിസ് ഉണ്ട്, ഒരു മൈനർ ആക്സിസ് ഉണ്ട്. എലിപ്സിൻ്റെ തന്നെ സ്പെഷ്യൽ കേസായിട്ട് വരും സർക്കിൾസ്. സോ ഒരു എലിപ്സോയിഡ് കൺസിഡർ ചെയ്തിട്ട് ആ എലിപ്സോയിഡിൻ്റെ മേജർ മൈനർ ആക്സിസിൻ്റെ ഡിറക്ഷൻ എങ്ങനെ മാറുന്നു, ആ എലിപ്സോയിഡിൻ്റെ മേജർ മൈനർ ആക്സിസിൻ്റെ സൈസ് എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ ലെങ്ത് എങ്ങനെ മാറുന്നു, അതിൻ്റെയൊക്കെ ബേസിൽ യു ക്യാൻ ആക്ച്വലി റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. So, a polarizability ellipsoid is defined as a three-dimensional surface whose distance from the electrical center of the molecule is proportional to 1 by root of alpha I. 1 by root of alpha I. So, alpha is the polarizability.
1 by root of alpha ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫിഗർ ആണ് നമ്മുടെ പോളറൈസബിലിറ്റി എലിപ്സോയിഡ്. Polarizability alpha is the polarizability along the line joining a point I on the ellipsoid with the electrical center. So electrical centerൽ നിന്ന് നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ലൈനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ് നമ്മുടെ ആൽഫ അല്ലെങ്കിൽ അങ്ങനെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഇവിടെ 1 by alpha root of alpha വെച്ച് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്കൊരു എലിപ്സോയിഡ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എലിപ്സ് കൺസിഡർ ചെയ്യാം. ഇങ്ങനൊരു മൈനർ ആക്സിസ് ഉണ്ടാവും, ദർ വിൽ ബി എ മേജർ ആക്സിസ് ഓൾസോ. ദീസ് ടു റെപ്രസെൻറ്റ് ടു ഡയറക്ഷൻസ് ഇൻ വിച്ച് യു ക്യാൻ പോളറൈസ് ദ മോളിക്യൂൾ. ആ മോളിക്യൂളിനെ പോളറൈസ് ചെയ്യുന്ന ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഡിറക്ഷൻസ് ആണത്. ഇപ്പം ഹൈഡ്രജൻ മോളിക്യൂളാണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ H2 molecule you can actually keep perpendicular to the electric field, or the bond axis can be parallel to the electric field. Bond axis electric field നെ parallel ആയിട്ടിരിക്കാം അല്ലെങ്കിൽ perpendicular ആയിട്ടിരിക്കാം. ഇങ്ങനെ രണ്ട് കേസിൽ ഇരിക്കാൻ പറ്റും. സോ ബോണ്ട് ആക്സിസ് പാരലൽ ആയിരിക്കുന്ന കേസിൽ there will be maximum polarizability, and perpendicular ആയിട്ടിരിക്കുന്ന കേസിൽ there will be minimum polarizability. സോ ആ കേസിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ്, ആ ഒരു കറസ്പോണ്ടിങ് ഡയറക്ഷനിൽ പോളറൈസബിലിറ്റി കാണിക്കുമ്പോൾ it will be having this much length, and here you can see the polarizability ellipsoid will be having, or the corresponding minor axisന്റെ ലെങ്ത് വളരെ കുറവാണ്, മറ്റേ ആക്സിസിൽ ലെങ്ത് കൂടുതലാണ്. ഇവിടെ പോളറൈസബിലിറ്റി, ഈ ഒരു ആക്സിസിൽ പോളറൈസബിലിറ്റി ഇല്ല, ഈ ഒരു ആക്സിസിൽ മാക്സിമം പോളറൈസബിലിറ്റി ഉണ്ട്. ഇവിടെ ഈക്വൽ പോളറൈസബിലിറ്റി തന്നെയാണ്. ഇങ്ങനെ വെച്ചാലും അതുപോലെ തന്നെ മറ്റേപോലെ നോക്കിയാലും സെയിം പോളറൈസബിലിറ്റിയാണ് ഈ ഒരു ഓറിയൻറ്റേഷനിൽ ആ മോളിക്യൂളിനുള്ളത്. സോ ഇവിടെ രണ്ട് ആക്സിസിൻ്റെ കേസിൽ 1 by root of alpha നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരും. ഇവിടെ 1 by root of alpha ആയി നോക്കുമ്പോൾ ബോണ്ട് ആക്സിസ്, അലോങ് ദ ബോണ്ട് ആക്സിസ് ദി polarizability is high, and in this direction the polarizability is low. അതാണ് നമുക്ക് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനിൽ കാണിക്കാൻ പറ്റുന്നത്. സോ മേജർ ആക്സിസിൽ പോളറൈസബിലിറ്റി ലോ ആയിരിക്കും, മൈനർ ആക്സിസിൽ പോളറൈസബിലിറ്റി ഹൈ ആയിരിക്കും. Now condition for Raman activity is change in polarizability. ആ പോളറൈസബിലിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാകാം. സോ ഇങ്ങനെ നമുക്കിരുന്ന മോളിക്യൂളിൻ്റെ സൈസ് വേരി ചെയ്യുന്നു, അപ്പോൾ പോളറൈസബിലിറ്റി വേരി ചെയ്യുന്നുണ്ട്, റാമൻ ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നൊരു കറസ്പോണ്ടിങ് പോളറൈസബിലിറ്റി എലിപ്സോയിഡ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയായി നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ interaction with the electric field, in that particular case you can say that would be Raman active. അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ബോണ്ട് വൈബ്രേഷൻ കൺസിഡർ ചെയ്യുന്നു. ബോണ്ട് വൈബ്രേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ പോളറൈസബിലിറ്റി ഇത്രയും, രണ്ടാമത്തെ പോളറൈസബിലിറ്റി റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണെങ്കിൽ you can say magnitude is changing. ഒരു വൈബ്രേഷൻ മോഡിലെ പോളറൈസബിലിറ്റിയെക്കാട്ടും ഹയർ ആണ് അടുത്ത വൈബ്രേഷൻ മോഡിലെ പോളറൈസബിലിറ്റി. ആ കേസിൽ അത് റാമൻ ആക്റ്റീവ് ആകുമെന്ന് നമുക്ക് പറയാം. ഓർ വൈബ്രേഷൻ നടക്കുമ്പോൾ, സപ്പോസ് ബെൻഡിങ് മോഡോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ, sometimes you will be observing that the polarizability, direction of the polarizability will be changing. Polarizability ellipsoidന്റെ direction മാറുന്നു, representation മാറുന്നു. ഈ കേസിലും it would be Raman active. So this magnitude change or directional change can be represented using this polarization electrode. Suppose you have a rotational spectra, you are observing various molecules and rotational Raman spectra. H2 molecule ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ H2 molecule ഈ ഒരു അലൈൻമെൻറ്റിൽ പോസിബിൾ ആണ്, ഈ ഒരു അലൈൻമെൻറ്റിൽ പോസിബിൾ ആണ്. ബട്ട് along the bond axis the polarizability will be high, in this direction the polarizability will be very low. So another important thing regarding the polarizability is it is anisotropic. That is, direction change ചെയ്യുമ്പോൾ, ബോണ്ട് ആക്സിസും ഇതിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ പോളറൈസബിലിറ്റി വാല്യൂ മാറുന്നുണ്ട്, പോളറൈസബിലിറ്റി എത്രത്തോളം നടക്കുന്നുള്ളതിൻ്റെ ഇത് മാറുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി അനൈസോട്രോപ്പിക്. പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോപ്പർട്ടി ഓഫ് എ മോളിക്യൂൾ ഇസ് ആക്ച്വലി അനൈസോട്രോപ്പിക്.
So hydrogen പോലത്തെ molecule, diatomic molecules in the case, you can clearly see the change in polarizability when you change the corresponding direction. Bond axis in the direction മാറ്റുമ്പോൾ you can actually see a change in magnitude of polarization. പക്ഷേ if you are considering a symmetric top molecule, spherical molecule, you can see like CH4 അല്ലെങ്കിൽ CCl4 പോലത്തെ molecules എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്ക് ഇതിനെ മാറ്റിയാലും XYZ ആക്സിസ് നിങ്ങൾ വേരി ചെയ്താൽ തന്നെ there is no change in polarizability. അത് spherical ആയിട്ട് തന്നെ ആയിരിക്കും ellipsoidൽ നിൽക്കുന്നത്. So they will be always Raman inactive. So here you can see various vibrational modes of water, symmetric stretching vibration, bending vibration, as well as asymmetric stretching vibration. Symmetric stretching vibration of water molecule നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോൺസ് രണ്ടും ഈക്വൽ ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, അത് രണ്ടും ഈക്വൽ ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു. ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഫസ്റ്റ് ഇനീഷ്യലി ദ പോളറൈസേഷൻ വാസ് ദിസ് മച്ച് ആൻഡ് ദെൻ ഇറ്റ് റെഡ്യൂസ് സം എക്സ്റ്റെൻറ്റ് ആൻഡ് ദെൻ ഇറ്റ് റെഡ്യൂസ് ടു വെരി ലോവർ വാല്യൂ, വളരെ ലോവർ വാല്യൂവിലേക്ക് വന്നു. ഇതിൻ്റെ ആക്സിസിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് അതനുസരിച്ച് അല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരുന്നതാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ സൈസാണ് വേരി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് മാക്സിമം പോളറൈസബിലിറ്റി ആൻഡ് ഹിയർ വരുമ്പോഴേക്കും പോളറൈസബിലിറ്റി വളരെയധികം ലോവർ ആയിട്ട് വരുന്നു. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് വളരെയധികം വേരി ചെയ്യുന്ന കേസിൽ നമ്മൾ പറയും ഇത്രയധികം മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്, സോ ദേ ആർ സ്ട്രോങ് റാമൻ ആക്റ്റീവ്, അല്ലെങ്കിൽ വളരെ റാമൻ ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷണൽ മോഡാണ് വാട്ടറിൻ്റെ സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ്. സോ മാഗ്നിറ്റ്യൂഡിനകത്ത് തന്നെ വേരിയേഷൻ വരുന്നു. IRലിനകത്ത് നമുക്ക് ഇത് വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഓഫ് വാട്ടർ. ആൻഡ് ഇഫ് യു കൺസിഡർ ദ ബെൻഡിങ് വൈബ്രേഷൻ ഓഫ് വാട്ടർ, യു ക്യാൻ ഓൾസോ സീ ഇവിടെയും സൈസ് വേരി ചെയ്ത് വരുന്നുണ്ട്. മൈനർ ആക്സിസിൻ്റെ സൈസ് ആദ്യം വളരെ ലോവർ ആയിരുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്തു, പിന്നെ വളരെയധികം ഇൻക്രീസ് ചെയ്തു. ആ ബോണ്ടിൻ്റെ ബെൻഡിങ് മോഡ് വേരി ചെയ്യുന്നു. ബെൻഡിങ് മോഡിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈപോൾ അല്ലെങ്കിൽ പോളറൈസേഷൻ വേരി ചെയ്യുന്നുണ്ട്, പോളറൈസബിലിറ്റി വേരി ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഓൾസോ ദർ ഇസ് എ ചേഞ്ച് ഇൻ സൈസ്. ബട്ട് ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പയർ ടു ദ ഫസ്റ്റ് സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ് ദി ചേഞ്ച് ഇൻ വൈബ്രേഷൻ ഈസ് നോട്ട് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ്. സോ അവിടെ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഒരു റാമൻ ലൈൻസേ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. Raman spectra will be weak, and in this particular case asymmetric stretching mode of water, you can see there is only change in the corresponding direction ആണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. direction വേരി ചെയ്യുമ്പോൾ you can see weak Raman spectra for particular compound. ഇവിടെ I active ആണ്, വളരെയധികം I active ആണ്, കാരണം in all those cases there will be change in dipole moment. So ഇത് ഇനീഷ്യൽ കേസാണ്. ഇനീഷ്യൽ കേസിൽ ഇതിങ്ങനെ റെസ്റ്റിൽ നിൽക്കുന്നു. അതിൽ നിന്ന് എലോങ്ങേഷൻ നടക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി സിമെട്രിക് മോഡിൽ വരുന്നു. കോൺട്രാക്ട് ചെയ്യുമ്പോൾ പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ടാണ് സൈസ് കൂടി വന്നത്. സോ സ്മോൾ സൈസ് ഇൻഡിക്കേറ്റ് ലാർജ് മാഗ്നിറ്റ്യൂഡ്, ലാർജ് സൈസ് ഇൻഡിക്കേറ്റ് സ്മോൾ മാഗ്നിറ്റ്യൂഡ്. ഇവിടെയാണേലും സിമിലർ ആയിട്ട് നമുക്ക് സൈസും അതുപോലെ തന്നെ നമുക്ക് ആക്സിസിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യവും പറയാം. സോ ഇത് ഇനീഷ്യൽ കേസ്. പിന്നെ 180 ഡിഗ്രിയിലേക്കൊരു ബെൻഡിങ് ആണ് നടക്കുന്നത്. ആ ബെൻഡിങ് നടക്കുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് വേരി ചെയ്യുന്നുണ്ട്, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ ആക്സിസിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ക്ലോസർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബോണ്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആംഗിൾ കുറയുമ്പോൾ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദി മൈനർ ആക്സിസിൻ്റെ ലെങ്ത്. ബട്ട് ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദി ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ദ തേർഡ് വണ്ണിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കേസിൽ അത് അത്ര ഇഫക്റ്റീവായിട്ട് റാമനകത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് ദി പെർട്ടിക്കുലർ കേസ്. ഇവിടെ നമുക്ക് പോളറൈസേഷൻ എലിപ്സോയിഡ് യൂസ് ചെയ്ത് യു ക്യാൻ ആക്ച്വലി give an idea regarding the change happening in the polarization or polarizability of a particular molecule. So that is the simple things regarding
polarizability and polarizability ellipsoid. I hope it is clear to you, and thank you.